ചേട്ടാ ഞാനിന്നൊരു ചെടി നട്ടു, അയാൾ തടം നനച്ചു. ചേട്ടാ ഞാൻ ഇന്ന് ഒരു പുതിയ കറി വെച്ചു, അയാൾ അത്താഴിച്ച് അഭിനന്ദിച്ചു. ചേട്ടാ ഞാനിന്നൊരു കഥ എഴുതി, അന്ന് ആ വീട്ടിൽ സ്റ്റൗ പൊട്ടിത്തെറിച്ചു. നിത്യേന ഗീത വായിക്കുകയും സദാ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഗാന്ധി. അതേപോലെ തന്നെയായിരുന്നു ഗോഡ്സെയും. മഹാത്മാഗാന്ധിയും ഗീത വായിച്ചിട്ടുണ്ട്, ഗോഡ്സെയും ഗീത വായിച്ചിട്ടുണ്ട്. ആര് വായിച്ച ഗീതയെ ശരി? ജയിച്ചവരും അനാഥരായി, തോറ്റവരും ഇല്ലാതായി പോയി. ആ രീതിയിൽ നാശത്തിന് പ്രേരിപ്പിച്ച ഒരു തത്വസമിതിയാണ് ഭഗവത്ഗീതയുള്ളത്. പൊന്നമ്പലമേട്ടിലേക്ക് ഈ മകരവിളക്ക് കത്തിക്കുന്ന ആണെന്ന് തെളിയിക്കാനായിട്ട് ജാഥ നടത്തും, മാർച്ച് നടത്തുമെന്ന് കേരളത്തിലെ യുക്തിബോധമുള്ള കുറേ ആളുകൾ പറഞ്ഞപ്പോൾ അതിനാൽ ഇടപെട്ടു. ഈ മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹം ഇടപെട്ടിട്ട് പറഞ്ഞത്, അതിപ്പോൾ ആർക്കും അറിയാൻ മേത്തത് കത്തിക്കുന്നതാണ്. ഈ രീതിയിൽ അതിനെ ആദ്യം പൊളിക്കുന്നത്, ആദ്യമേ പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടായി, ഇരുട്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ടുണ്ടായി, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചമുണ്ടായി, സൂര്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ സൂര്യനുണ്ടായി. അതെങ്ങനെയപ്പോൾ സൂര്യനല്ലേ ആദ്യം ഉണ്ടാകേണ്ടത്? സൂര്യൻ ഉണ്ടായതിനു ശേഷമല്ലേ പിന്നെ ഇരുട്ടും വെളിച്ചുണ്ടാവുള്ളൂ. അപ്പം അതുപോലും അറിയാൻ വയ്യാത്ത പഴയ പാവപ്പെട്ട നമ്മുടെ അപ്പൂപ്പന്മാർ പൂർവ്വന്മാരുണ്ടാക്കിയൊരു സംഭവമാണ്. അത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമില്ല. ആശുപത്രിയിൽ ഒരു മയിൽപ്പീലി, ഡോക്ടർ എൻ്റെ ഗർഭപാത്രം നീക്കം ചെയ്യണം. കവികൾ പുസ്തകത്തിൽ പ്രവേശിപ്പിച്ച് പെറ്റു വലഞ്ഞ് ഇനി വയ്യ. ബുദ്ധൻ്റെ പല്ല് നോക്കി ഭിക്ഷുക്കൾ മന്ത്രിച്ചു, യുദ്ധം ശരണം വിളിച്ചു. അത്ര പേര് കേൾക്കുന്നു എന്നുള്ളത് എനിക്ക് ഒരിക്കലും വിഷയമല്ല. ഞാൻ രാത്രിയിൽ കടലിനെ നോക്കി കവിത വായിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് മുമ്പിൽ കടൽ മാത്രമേ ഉള്ളൂ. ദൈവം എന്നൊരു സങ്കല്പമല്ലേ? ദൈവത്തിന് യേശുദാസല്ല, അവിടെ പട്ടിയും പൂച്ചയും എല്ലാം കയറുന്നത് യേശുദാസ് കയറിയത് കുഴപ്പമെന്നാണ്, അതൊരു വിഷയമേ അല്ല. കുരീപ്പുഴ ശ്രീകുമാറാണ് നമുക്കപ്പോൾ. നമസ്കാരം സാർ. നമസ്കാരം. 8ാം ക്ലാസ്സിലെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാമിനെ കാണാൻ ഒരാൾ വന്നു. ഒട്ടക വിയർപ്പിൻ്റെ സുഗന്ധം, താടി തലേക്കെട്ട്, നെറ്റിയിൽ ചെമ്പുത്തൊട്ട്. ഉപ്പ പറഞ്ഞു പുയാപ്ല, ഉമ്മ പറഞ്ഞു പുയാപ്ല, കുഞ്ഞാമിനയുടെ ഉള്ളു പറഞ്ഞു ഉപ്പൂപ്പ ഉപ്പൂപ്പ. വളരെ കൃത്യമായിട്ട് സാമൂഹ്യ വിമർശനം നടത്തിയിട്ടുണ്ട്. വളരെ സ്ട്രെയിറ്റ് ആണ്. എന്നാൽ ഇത് കവിതയാണ്, ഇതൊരു ക്രാഫ്റ്റ് വർക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കവിയിലേക്ക് ആകർഷണനായിട്ടുണ്ട്. ഇത്ര ലളിതമായി സാമൂഹ്യ വിമർശനം നടത്താൻ കഴിയും എന്നുള്ളതാണ് ഈ കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്തരം ഒരുപാട് നഗ്ന കവിതകൾ എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്താൻ കഴിയുന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണോ കൂടുതൽ നഗ്ന കവിതകൾ എഴുതി തുടങ്ങിയത്? അല്ല, അതായത് എനിക്ക് ഈ ലോകത്തുള്ള എനിക്ക് എതിർപ്പും വിയോജിപ്പുള്ള കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു. അതിൻ്റെ സങ്കടങ്ങളാണ്. ഈ സങ്കടങ്ങളൊക്കെ എനിക്ക് പറയണം. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് വരെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഗസ്സിയുടെയും ശ്രീകുമാറിൻ്റെ ദുഃഖങ്ങളുടെയും വീണോൽപ്പനക്കാരൻ്റെ ഒന്നും പാറ്റേണിൽ പറ്റില്ല. അപ്പോൾ ഞാൻ വിഷു പിന്നെ ഇത് എങ്ങനെ പറ്റും? ഞാൻ എന്നെ തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് വരെ പാലിച്ചു വരുന്ന അക്ഷരക്രമങ്ങളുടെയും ഛന്ദസ്സിൻ്റെയും വൃത്തത്തിൻ്റെയും എല്ലാം രീതി മാറ്റണം. താളത്തിൻ്റെ രീതികൾ വ്യത്യാസപ്പെടുത്തണം. അലങ്കാര പ്രയോഗങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് സമ്പൂർണ്ണമായിട്ട് പരമാവധി വേണ്ടെന്ന് വയ്ക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് എങ്ങനെയാണ് കവിത എഴുതുന്നത്? അത് എനിക്ക് ആദ്യം അങ്ങനെ അനുഭവം ഉണ്ടായത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു കവിത എഴുതിയപ്പോഴാണ്. ബുള്ളറ്റിൻ എന്ന് പറഞ്ഞിട്ട്, അതാണ് ആദ്യത്തെ നഗ്ന കവിത. ബുള്ളറ്റിൻ ഒരു തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് ഒരു കുട്ടി, ഒരു വോട്ടർ വനിത ചെല്ലുന്നതാണ്. അതായത് ഒരു വോട്ടർ, കാബേജിൻ്റെ മുഖവും ചോളത്തിൻ്റെ നിറവുമുള്ള ദമയന്തി വരണമാലിയുമായി പോളിംഗ് ബൂത്തിലെത്തി. 5 നളന്മാർ. ദമയന്തി എല്ലാ ദൈവങ്ങളോടും ചോദിച്ചു, യഥാർത്ഥ നളൻ ഏതാണ്? മുദ്രകളില്ലാത്ത 5 പേരും വ്യാജന്മാരായിരുന്നു. ഇങ്ങനെയാണ് ആ കവിത ആരംഭിക്കുന്നത്. അങ്ങനെ 4-5 ബുള്ളറ്റിനുകളാണ് ഉള്ളത്. സഹിക്കാമേത് എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പ് രംഗം ഈ രീതിയിൽ പാളിപ്പോയി. നമ്മുടെ ഏക ആശ്രയമാണ് ജനാധിപത്യം എന്നുള്ളത്. ജനാധിപത്യം ഈ രീതിയിൽ മലിനമായി പോകുന്നു, നമുക്ക് അനുകൂലമല്ലാതായി പോകുന്നു, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ ഇതില്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അത് കലാകൃതിയിൽ അച്ചടിച്ചു വന്നപ്പോൾ അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല, കത്തുകളുടെ ഒരു വിനിമയ രീതിയാണ് ഉണ്ടായിരുന്നത്. ധാരാളം ആളുകളുടെ കത്ത് എനിക്ക് കിട്ടി. ആ കവിതയെ എന്നെ അന്ന് അഭിനന്ദിച്ച് പറഞ്ഞവരിൽ അന്ന് തിരുവനന്തപുരത്ത് പഠിക്കുന്ന, പിന്നെ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിരുന്ന, ഇന്ന് പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള TT ശ്രീകുമാറാണ് ഈ കവിത നന്നായിട്ട് കൺവേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് ലൈബ്രറി ജോലി ചെയ്യാം. ലൈബ്രറി വന്നിട്ട് എന്നോട് പറയുകയൊക്കെ ചെയ്തു. പുള്ളി എല്ലാം ഒരു കത്ത് എഴുതുകയൊക്കെ ചെയ്തിരുന്നു. കത്ത് അവർ പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ കൂടി. സാധാരണ കവിതയല്ലല്ലോ, തുറന്നു പറയുന്ന ഒരു കവിതയാണല്ലോ. തുറന്നു പറയുന്ന കവിതയ്ക്ക് എന്ത് പേരിടും? നഗ്നമായ കവിത. നഗ്നമായ കവിത എന്ന് പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാരോളം വലിപ്പമുള്ള കവിത വേണ്ട, കുഞ്ഞുണ്ണി മാഷോളം ചെറുതായിരിക്കുകയും വേണ്ട, അല്ലാതുള്ള ഒരു സമീപനമായിരിക്കും ഇതിന് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വാസ്തവത്തിൽ ഈ നഗ്ന കവിത എന്ന് പറയുന്നത് ഇന്ത്യൻ കാവ്യ രീതിയിൽ ആദ്യമായിട്ടുള്ളതല്ല. അതിൽ പ്രധാനപ്പെട്ട നഗ്ന കവിതകളെല്ലാം വന്നിട്ടുള്ള തെലുങ്ക് ഭാഷയിലാണ്. തെലുങ്കിൽ അവരതിന് പറയുന്നത് ദിഗംബര കവിത എന്നാണ്. ദിഗംബര കവിതയിൽ ശ്രീശ്രീ അടക്കമുള്ള ഇത്തരം കവിതകൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും
പ്രസിദ്ധനായിട്ടുള്ള ദിഗംബര കവി അല്ലെങ്കിൽ വിപ്ലവ പോരാട്ട കവി എന്ന് പറയുന്നത് ഗദ്ദറാണ്. അപ്പോൾ ഗദ്ദറിൻ്റെ ഇത്തരം കവിതകൾ കേൾക്കാൻ സംഗീതം ചേർത്തിട്ടാണ് പുള്ളി ചൊല്ലുന്നത്. അത് കേൾക്കാനായിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരാണ് സെക്കന്ദരാബാദിലും ഹൈദരാബാദിലും എല്ലാം ഒത്തുകൂടിയിരുന്നത്. ഞാൻ ഗദ്ദറിനെ കണ്ടിട്ടുണ്ട്, ഗദ്ദറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എന്നെ വളരെയധികം ആകർഷിച്ച ഒരു കവിയാണ് തെലുങ്കിലെ ഗദ്ദർ. അദ്ദേഹം മരിച്ചപ്പോഴും മരണാനന്തരം ഞാൻ എവിടെയും പോയി കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം ആ ചെങ്കൊടിയുടെ തണലിൽ നിന്ന് മാറി നീല നിറത്തിലൂടെ സഞ്ചരിച്ച് ദളിത് ആത്മീയമുള്ള ഒരാളായിട്ട് മാറി. അംബേദ്കറിൻ്റെ പിന്നാലെ പോയി, ബുദ്ധിസത്തിൻ്റെ പിന്നാലെ പോയി. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളാണ്. ഈ നഗ്നകവിതയും ഈ ദിഗംബര കവിതയും നമ്മുടെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ദിഗംബര കവിത ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സാമ്രാജ്യത്വ വിരുദ്ധം, മുതലാളിത്ത വിരുദ്ധം, ഫാസിസ്റ്റ് വിരുദ്ധം എന്നുള്ളത്. ഞാൻ എഴുതിത്തുടങ്ങുന്ന ഈ നഗ്നകവിത എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള സാമൂഹിക വിമർശനമാണ്. അതിനകത്ത് മതം നമുക്ക് തരുന്ന അപ്രിയങ്ങളെക്കുറിച്ച് സംസാരിക്കാം, വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് തരുന്ന അപ്രിയങ്ങളെക്കുറിച്ച് സംസാരിക്കാം, സൊസൈറ്റിയിൽ എന്തെല്ലാം ഉണ്ടാകുന്നോ നമുക്ക് അപ്രിയമായിട്ട് തോന്നുന്നത്, ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്നത്, അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാം. കവിതയെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് കവിതയിലുടനീളം ആളുകൾ പ്രയോഗിക്കാറുള്ള സംഭവമാണ് മയിൽപ്പീലി. അയ്യപ്പൻ്റെ കവിതയിലുണ്ട്, ഒയന്നൂരുടെ കവിതയിലുണ്ട്, എല്ലാ കവിതയിലും ഒരു മയിൽപ്പീലിയുണ്ട്. അപ്പോൾ നമ്മൾ ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത്, പ്രണയത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഒരു മയിൽപ്പീലി ഉണ്ടാവുക, മയിൽപ്പീലി പുസ്തകത്തിനകത്ത് വയ്ക്കുക, എന്നിട്ട് അതിങ്ങനെ പ്രസവിക്കുന്നത് കാത്തിരിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട ഇമേജ്. ഇത് റിപ്പീറ്റ് ചെയ്ത് വരിക എല്ലാ കവികളും. അപ്പോൾ ഇത് ശരിയുള്ളൊരു കാര്യമല്ലല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് മയിൽപ്പീലി എന്നൊരു കവിതയുണ്ട്. ആശുപത്രിയിൽ ഒരു മയിൽപ്പീലി, ഡോക്ടർ എൻ്റെ ഗർഭപാത്രം നീക്കം ചെയ്യണം, കവികൾ പുസ്തകത്തിൽ പ്രവേശിപ്പിച്ച് പെറ്റു വലഞ്ഞു, ഇനി വയ്യ. അപ്പോൾ ഇതും പറയാം. ഏത് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും ശരിയല്ല നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയൊരു മാധ്യമം എന്നുള്ളതൊക്കെയാണ് ഞാൻ നഗ്നകവിതയിൽ എത്തിയത്. ആളുകളെ ആകർഷിക്കുന്നു എന്നുള്ളത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് എനിക്കധികം എഴുതാൻ സാധിച്ചില്ല. ആളുകൾ ആകർഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആകർഷിക്കാൻ പാടില്ലല്ലോ. അതായത് 82-ലോ 84-ലോ മറ്റോ തോന്നുന്നു എൻ്റെ ഒരു കവിത ഏതൊരു മാസികയിൽ അച്ചടിച്ച് വന്നപ്പോൾ ONV ദിവസം വഴിയിൽ വെച്ച് സ്ട്രീറ്റിൽ വെച്ച് കണ്ടു. ഞാൻ നടന്നു പോകും, ONV എതിരെ നടന്നു വരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുനാളിലെ കണ്ടിട്ടുള്ള വലിയ കവിയല്ലേ, അപ്പോൾ ഞാൻ വളരെ ഇങ്ങനെ വന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കവിത വായിച്ചു, ശ്രീകുമാറിൻ്റെ കവിത ധാരാളമായിട്ടപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ഇനി വളരെ സൂക്ഷിച്ചെഴുതണം എന്ന് പറഞ്ഞു. എനിക്കിത് വലിയ പാഠങ്ങളാണ്. ഞാൻ പിന്നെ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി ചെന്നപ്പോൾ അവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അവിടെ ഇഷ്ടംപോലെ കവിതാ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലൂടെ എനിക്ക് വായിക്കാൻ പറ്റുന്ന ഒരുപാട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ് മേഖലയിലൊക്കെ താമസിക്കുന്ന, ഉത്തര ധ്രുവത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ കവിതകൾ, അവർക്ക് ഭാഷയൊന്നുമില്ല, ലിപിയൊന്നുമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ആരും ഒരു സാഹിത്യം എഴുതിയെടുത്ത് പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കിയപ്പോഴേ നമ്മുടെയൊക്കെ കവിത എത്രയോ ചെറുതും എത്രയോ ദരിദ്രവുമാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഒരുപാട് കാര്യം പിന്നെ എഴുതാനേ സാധിച്ചില്ല.